എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ എല്ലാവർക്കും സുപരിചിതനായ ഒരു നടനായിരുന്നു സിദ്ദിഖ്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ടും തന്റെ അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരെ ആരാധകരാക്കാൻ സിദ്ദിഖിനായിരുന്നു. എന്നാൽ അടുത്തിടെയാണ് താരത്തിനെതിരായ ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സമർപ്പിച്ചത്. തുടർന്ന് താരത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നടി പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അറസ്റ്റിൽ ആകുമെന്ന് ഉറപ്പായ സിദ്ദിഖ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒളിവിലായിരുന്നു. ഇപ്പോഴിതാ താരത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ജാമ്യത്തിന് വേണ്ടി സിദ്ദിഖ് കോടികൾ വാരി എറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മണിക്കൂറിൽ കോടികൾ വാങ്ങുന്ന വക്കീലന്മാരാണ് സിദ്ദിഖിനു വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്. ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് തെറ്റുപറ്റി എന്നാണ് സിദ്ദിഖ് പറയുന്നത്. മലയാള സിനിമയിലെ സംഘടനകളായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിന്റെ വാദം. പോലീസുകാർ ശരിയായ അന്വേഷണം നടത്താതെയാണ് തനിക്കെതിരെ കേസെടുത്തത് എന്നും സിദ്ദിഖ് ആഞ്ഞടിച്ചു. കഴിഞ്ഞ 5 വർഷമായി പരാതിക്കാരി നിരവധി കേസുകൾ ഇതുപോലെ ഉന്നയിക്കുന്നുണ്ടെന്നും സിദ്ദിഖ് അവകാശപ്പെട്ടു. എന്തായാലും മലയാള സിനിമ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചെങ്കിലും സിദ്ദിഖിന് ഇനിയും കേസിൽ നിന്നും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു നടിമാരും സിദ്ദിഖിനെതിരെ തിരയുന്നത് താരത്തിന് വരും ദിവസങ്ങളിൽ തിരിച്ചടി ആകുമോ എന്ന് നോക്കി തന്നെ കാണാം. അങ്ങനെ വന്നാൽ ദിലീപിനെ പോലെ തന്നെ സിദ്ദിഖും അറസ്റ്റിൽ ആവാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ദിലീപിന് ശേഷം ഇപ്പോഴിതാ സിദ്ദിഖും പീഡന പരാതിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.